നിലപാടെടുക്കണമെങ്കിൽ അത് LDF-ന്റെ മേൽ കെട്ടിവെച്ച് വേണ്ട എന്നാണ് പി രാജീവ് പറയുന്നത്. താങ്കൾക്ക് നേരെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു UDF നേതാവ്, ഞാൻ ഉൾപ്പെടെ, ഇത് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്നൊരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾ ഒരു സമയത്തും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എല്ലാം റെക്കോർഡാണല്ലോ. ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ, മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു സഭയുടെ സമയത്ത് ഏതെങ്കിലും ഒരു UDF നേതാവ് സഭയുടെ സ്ഥാനാർത്ഥിയാണ് LDF കെട്ടി ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആദ്യം മാധ്യമപ്രവർത്തകരാണ് ഈ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നത്. അപ്പൊ സ്ഥാനാർത്ഥി തന്നെയാണ് ആദ്യം പറഞ്ഞത്, ഞാൻ സഭയുടെ സ്ഥാനാർത്ഥി അല്ല. ഇപ്പോ CPM നേതാക്കന്മാർ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. ഇവിടുത്തെ CPM ജില്ലാ സെക്രട്ടറിയും ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ CPM-നെ എത്തിച്ചത്. അവരൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് CPM-ന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരണം കൊടുത്തു, പോസ്റ്റർ അടിച്ചു കൊടുത്തു പ്രചരണം. അതിനുശേഷം മതിലെഴുതി. പിന്നീട് അവർ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ട് CPM ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ എടുക്കാനുള്ള തീരുമാനം മരവിപ്പിച്ച് വേറൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ഈ ഒരു സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ചർച്ച മന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഒരു സമയത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, മന്ത്രി പുറത്തു നിന്ന് വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തർക്കം ഉണ്ടായതിന് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട. ഞങ്ങളുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എങ്ങനെയാണ് സഭയെ ഇതിന്റെ അകത്തേക്ക് വലിച്ചയച്ചത്? ആരാ? സഭയുടെ ഒരു സ്ഥാപനത്തെ സഭയുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്തത് ആരാണ്? CPM ആണ്. സഭയുടെ സ്ഥാപനത്തെ, ആ സ്ഥാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാ ചിഹ്നമുള്ള ബാക്ക്ഡ്രോപ്പിന്റെ മുമ്പിലിരുത്തി സ്ഥാനാർത്ഥിയെ നിർത്തി പത്രസമ്മേളനം നടത്തിയത് ആരാ? എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നടത്തിയത്? CPM-ന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അവരുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അല്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്തിനാണ് സഭയുടെ ചിഹ്നമുള്ള ബാക്ക്ഡ്രോപ്പിന്റെ മുമ്പിലിരുന്ന് അവിടുത്തെ ആ വൈദികനായ അദ്ദേഹം ആ ഡയറക്ടറെയും കൂട്ടിയിരുത്തി പത്രസമ്മേളനം നടത്തിയ മന്ത്രിയാണ് സഭയെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചത്, ഞങ്ങളല്ല. മന്ത്രി P രാജീവാണ് മനഃപൂർവ്വം ഈ സ്ഥാനാർത്ഥി സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തി തീർക്കാൻ സഭയുടെ പ്ലാറ്റ്ഫോമിനെ ദുരുപയോഗം ചെയ്തത്. അപ്പോഴാണ് സഭയിൽ തന്നെയുള്ള ഒരു വിഭാഗം അതിനെതിരായിട്ട് നിലപാടെടുക്കുകയും ഇത് സഭയുടെ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള നിലപാടിലേക്ക് വന്നത്. ഞങ്ങൾ അതിലൊന്നും കക്ഷി പിടിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ളൊരു ബാഹ്യമായ സമ്മർദ്ദമുണ്ട്. PC ജോർജ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം പറഞ്ഞു, ഈ സ്ഥാനാർത്ഥി എന്റെ സ്വന്തം പയ്യനാണ്, എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാണ് എറണാകുളത്തേക്ക് പോയത് സ്ഥാനാർത്ഥിയാകാൻ. വാ തുറന്നാൽ വിഷം മാത്രം വമിക്കുന്ന തുപ്പുന്ന PC ജോർജിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് വരുന്ന ആളെയാണോ CPM സ്ഥാനാർത്ഥിയാക്കുന്നത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതാണ്. അല്ലാതെ ഞങ്ങൾ സഭയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ PC ജോർജിന്റെ വിവാദ പ്രസ്താവന, അദ്ദേഹത്തിന്റെ അറസ്റ്റ് നാടകം, സ്വന്തം വണ്ടിയിൽ തിരുവനന്തപുരം വരെ കൊണ്ടുപോയി വഴിയിലെ സംഘപരിവാറുകാരുടെ സ്വീകരണം ഏറ്റുവാങ്ങി ഈരാറ്റുപേട്ടയിൽ ആരും ശ്രദ്ധിക്കാതെ ഇരുന്നിരുന്ന PC ജോർജിനെ നായക പരിവേഷത്തിൽ എത്തിച്ചത് ആരാണ്? അവിടെ ചെന്നപ്പോ എന്താ കോടതി പറഞ്ഞത്? ആ കേസിലെ FIR-ൽ ഒരു കുന്നയില്ലെന്ന് പറഞ്ഞു കോടതി പറഞ്ഞത്. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറെ വരെ ഇവർ മാറ്റി നിർത്തി FIR-ൽ വെള്ളം ചേർത്ത് PC ജോർജിന് ജാമ്യം കിട്ടാനുള്ള അവസ്ഥയുണ്ടാക്കിയത് CPM ആണ്. അപ്പൊ എന്താണ് ഈ CPM കാണിക്കുന്ന പ്രീണനം? എന്താണ്? PC ജോർജ് ആർക്കെതിരായിട്ടാണോ പറഞ്ഞത് ആ മതവിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു. PC ജോർജിനെ കൂടെ നിർത്താൻ വേണ്ടി PC ജോർജിന് ജാമ്യം കിട്ടുന്ന രീതിയിൽ FIR-ൽ വെള്ളം ചേർക്കുന്നു, പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി ചേർക്കുന്നു. ഇത്തരം പ്രഹസനങ്ങൾ കേരളത്തിൽ നടത്തി നാണം കെട്ട് നിൽക്കുകയാണ് CPM. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പിണറായി വിജയൻ മൈനസ് കേരളത്തിലെ CPM വലിയ പൂജ്യമാണെന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്? നേതൃത്വപരമായ യാതൊരു കഴിവുകളും കാണിക്കാതെ ഇവർ ഈ പ്രീണനമാണ് കൊണ്ടു നടക്കുന്നത്. ഇവര് തന്നെ ഭക്ഷണമായി, അവര് വെളുക്കാൻ തേച്ചത് അവര് പാണ്ടായന്. ഞങ്ങളെ പറയേണ്ട എന്താ കാര്യം? ഈ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് ആരോപണമില്ല, പക്ഷെ
സമുദായം നോക്കിയാണ് ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നൊരു ആരോപണം ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ പറയില്ല. കാരണം അതെന്താ, ഞങ്ങൾ അവിടെ നിർത്തിയിരുന്ന, കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി കത്തോലിക്കനല്ലേ? ഞങ്ങൾ നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം CPM-ന്റെ സ്ഥാനാർത്ഥി അതേ സമുദായത്തിൽപ്പെട്ട ആളല്ലേ? അതിനൊക്കെ എങ്ങനെയാ പറയണത്? ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ സ്ഥാനാർത്ഥി ഓരോ പാർട്ടിയെ നിർത്തുമ്പോൾ അതിനെക്കുറിച്ച് പറയണത് അതൊന്നും ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. ഈ പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, അല്ലല്ല, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അലിഗേഷൻ, ഞങ്ങൾക്കൊരു ആരോപണം ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ കുറിച്ചും സ്ഥാനാർത്ഥി PC ജോർജ് പറയുന്ന ഇവരാരും മറുപടി പറഞ്ഞില്ലല്ലോ. അതാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാണ് സ്ഥാനാർത്ഥിയാകാൻ പോയത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നല്ല, ഇവരെന്തെല്ലാം നാടകം എടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പോയിട്ടാണ് സ്ഥാനാർത്ഥിയെ പിടിച്ചുകൊണ്ടിരുന്നത്. അല്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയുടെ സഹധർമ്മിണി തന്നെ അവര് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, 3-4 ദിവസമായി ഇതിനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇല്ലേ? PC ജോർജ് പറഞ്ഞു. PC ജോർജ് എന്തായാലും എറണാകുളത്ത് വന്നിട്ടില്ല. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് എവിടെയാണ്? അനുഗ്രഹം കൊടുത്ത് അദ്ദേഹം വിട്ട ആള് എവിടെ വെച്ചാ? അപ്പൊ അതും കുറച്ച് ദിവസം മുമ്പാണ്. അപ്പൊ ഈ ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി സ്ഥാനാർത്ഥിയെ പിടിച്ചുകൊണ്ടുവരിക, എന്നിട്ട് സഭയുടെ സ്ഥാപനത്തിന്റെ പുറകിൽ സഭയുടെ ബാക്ക്ഡ്രോപ്പ് ഉള്ള സംവിധാനത്തിൽ ഇരുത്തി ചെയ്യുക, ഇതൊക്കെ അവിടെ നടന്ന നാടകമാണ്. സഭയുടെ പിന്തുണ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്ത കാര്യം വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി. അതിന് രാജീവ് ഞങ്ങളുടെ മെക്കിട്ട് കയറണ്ട. രാജീവ് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു. ഈ ജില്ലാ സെക്രട്ടറിയുടെ നോമിനിയാണ് KS അരുൺകുമാറെന്നും അതിന് പകരം മന്ത്രി P രാജീവ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫ്. അത് നല്ല ബോധ്യത്തോടുകൂടി എല്ലാവർക്കും അറിയാം, നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യം. നിങ്ങൾ ഏത് പാർട്ടിക്കാരോട് ചോദിച്ചോ, ഏത് CPM-കാരോട് ചോദിച്ചോ, അവര് പറഞ്ഞു തരും. ഇതെല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾക്കും അറിയാം. പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താ കാര്യം? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാത്. അരുൺകുമാറിനോടുള്ള ഒരു കോൺഗ്രസ് ആണ് ആർക്കാ? അത് അറിയില്ല, എനിക്കറിയില്ല എന്താ കാര്യം. അത് അവര് തമ്മിലുള്ള തർക്കമാണ്. ഞങ്ങളെ അതിനകത്ത് വലിച്ചെടുക്കണ്ട, ഞങ്ങളുടെ നിൽക്കിട്ട് ഞങ്ങളെ ചാരണ്ട. ഞങ്ങളിപ്പോ സഭയ്ക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുക. സഭയെ ദുരുപയോഗം ചെയ്തതിനുള്ള അനന്തരഫലമാണ് കിട്ടിയിരിക്കുന്നത്. സഭ കൃത്യമാക്കിയല്ലോ, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് സഭ പറഞ്ഞല്ലോ. സഭയെ ദുരുപയോഗം ചെയ്തതാണ്, സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കാൻ. അല്ലേ? നിങ്ങൾ പറ, ഞാൻ ഈ ചോദിച്ചത് ശരിയാണെന്ന്. എന്തിനാണ് ആശുപത്രിയിൽ പോയി നാടകം കാണിച്ചത്? ഞാൻ ചോദിച്ചല്ലോ, അതിന്റെ പുറകിൽ നടന്ന ഗൂഢാലോചന ആരാണ്? PC ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞല്ലോ എന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണെന്ന്. ഇനി ഒരു കാര്യം കൂടി പറയാം. PC ജോർജ് BJP-യുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്, അല്ലേ? ആണല്ലോ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എന്താ? BJP-ക്ക് കാര്യമായിട്ട് ഓട്ടം നടക്കിട്ടില്ല, ഇവൻ നമ്മുടെ പയ്യനാണെന്ന്. ആണോ? ആണല്ല? അല്ലല്ല, ഞാൻ PC ജോർജിന്റെ കുടുംബവുമായിട്ട് ഈ ആള് ഫോട്ടോ എടുത്തേക്കുന്ന അല്ലല്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊട്ട എല്ലാവരും PC ജോർജിന്റെ പാർട്ടിയിലും PC ജോർജുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ആളുകളാണ്. അതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലൊക്കെ പോകാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ബന്ധമില്ലെന്നൊന്നും പറയരുത്. ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് തെളിയിക്കും ബന്ധമുണ്ടെന്ന്. അത് വേണ്ട. അങ്ങനെ ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയുടെ പുറകെ ഒന്നും പോകുന്നില്ല, ഒരു കാര്യമില്ല. അതൊന്നും ശരിയല്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതും തെറ്റാണ്. എന്റെ ചോദ്യം ഇതാണ്, PC ജോർജ് BJP-ക്ക് വേണ്ടിയിട്ട് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി കുറെ ദിവസമായിട്ട്, അല്ലേ? ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞത് BJP-ക്ക് അവിടെ വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, കാര്യമൊന്നുമില്ല, ഏവൻ നല്ല പയ്യൻ, നമ്മുടെ പയ്യനാണ്. ആണല്ലേ? കേട്ടോ, ഇനി നിങ്ങൾ ഇതെല്ലാം ചേർത്ത് വായിക്കണം. ഇപ്പോഴും ഈ വിഷം തുപ്പിയ PC ജോർജിന്റെ പാർട്ടിയുടെ 3 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി പൂഞ്ഞാറിലെ തെക്കേക്കര പഞ്ചായത്ത് CPM ഭരിക്കുക. ഞാനവരെ വെല്ലുവിളിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷം തുപ്പിയ PC ജോർജിന്റെ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ പറ CPM. ഇവരൊക്കെ തമ്മിൽ രഹസ്യ ബന്ധമാണെന്നേ. ഇതൊക്കെ പകലി കാണിക്കും, വർത്തമാനം പറയും, രാത്രിയാകുമ്പോ രഹസ്യ ബന്ധമാണ്. ആ രഹസ്യ ബന്ധമാണ് ഈ കാണിക്കുന്നത്. അത് ഇവിടെ വരട്ടെ, ഇവിടെ നമുക്ക് ആര് തമ്മിൽ രഹസ്യബന്ധം ഉണ്ടാക്കിയാലും ഇവിടെ കാര്യമില്ല. ഇവിടെ ഞങ്ങൾക്കത് നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ല, BJP ഇപ്പൊ ജോർജിനെ തള്ളിപ്പറച്ചു തുടങ്ങിയല്ലോ. BJP-യുടെ ആളായി നിന്നുകൊണ്ട് ജോർജ് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കണേ, എന്തെല്ലാം നാടകങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ വെല്ലു ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ഈ ബാഹ്യസമ്മർദ്ദം
അപ്പൊ ഇവരൊക്കെ കൂടി കൂടിയാലോചിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥി ഇറക്കിയത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളോടാണ് ഇവര് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ഉമാ തോമസിനെ നിർത്തിയപ്പോ ഞങ്ങളോട് ചോദിച്ചു, ഇതാണോ രാഷ്ട്രീയ പോരാട്ടം? ആ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് ഞങ്ങളോട് രാഷ്ട്രീയ പോരാട്ടത്തിന് വരുന്നത്? എല്ലാവർക്കും, എല്ലാ പാർട്ടിക്കും, എല്ലാ മുന്നണിക്കും അവരവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള അവകാശമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളവരല്ലേ അവരെ നിർത്തണം. നമ്മൾ പറയണവരാണ് അവർ നിർത്തുന്നത്, അവര് പറയണവരാണ് നമ്മൾ നിർത്തുന്നത് അല്ല. പക്ഷെ ഇങ്ങോട്ട് ചോദിക്കരുത്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, സഭയെ ദുരുപയോഗപ്പെടുത്തിയതാണ് CPM. സഭയുടെ പ്ലാറ്റ്ഫോമിനെ സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി CPM ദുരുപയോഗം ചെയ്തത്. വെളുക്കാൻ തേച്ച പാണ്ടായി പോയി. ഇപ്പൊ ഇവിടെ ഞങ്ങളെ പറ്റി പറയാ. ആണ് അല്ലെന്നേ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞോ, എവിടെയെങ്കിലും വെച്ച് പറഞ്ഞോ? ഏതെങ്കിലും UDF നേതാവ് ഈ സ്ഥാനാർത്ഥി സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞോ? എവിടെയെങ്കിലും വെച്ച് പറഞ്ഞോ? അല്ലല്ല, പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞോ? പറയാത്ത കാര്യം ഇങ്ങോട്ട് ചോദിക്കല്ലേ. ഞങ്ങൾ എവിടെയാ പറഞ്ഞത്? ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പറഞ്ഞല്ലോ, അതൊക്കെ അന്ന് തന്നെ കൃത്യമായി പറഞ്ഞല്ലോ. ഇപ്പൊ വീണ്ടും വിശദീകരിച്ചു ഞാൻ. എല്ലാം വിശദീകരിച്ചു. അല്ലല്ല, ഞാൻ ഏത് വാദമാണ് തള്ളുന്നത്? വെറുതെ അറിയാതെ ചോദിക്കല്ലേ. ഏത് വാദമാണ്? ഞാൻ എന്തു പറഞ്ഞെന്താണ് താങ്കൾ പറയണം? ഞാൻ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറഞ്ഞ? അല്ലല്ല, അത് പറയട്ടെ. ഞാൻ ബാഹ്യശക്തിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭയുടെ സ്ഥാനാർത്ഥിയാണെന്നാണോ? താങ്കൾ കണ്ടെത്താൻ തീരുമാനിച്ചിട്ട് താങ്കൾ തന്നെ മറുപടി പറഞ്ഞു. എന്നോട് ചോദിക്കണ്ട. ഞാൻ വിശദീകരിച്ചു, ഇത്രയും മതി. ഞാൻ ഇത്രയും കൃത്യമായിട്ട് വിശദീകരിച്ചു. ഞങ്ങൾ ചോദിച്ചത് CPM നേതാക്കന്മാരെ ഞങ്ങൾ വെല്ലുവിളിച്ചു. എവിടെയെങ്കിലും ഏതെങ്കിലും UDF നേതാവ് സഭയുടെ സ്ഥാനാർത്ഥിയാണ് LDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞോ? ഇല്ല. ഒന്ന്. രണ്ട്, സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ചർച്ച വന്നത് സഭയുടെ പ്ലാറ്റ്ഫോം, സഭയുടെ സ്ഥാപനത്തിന്റെ പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്ത് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കാൻ CPM ചെയ്ത ശ്രമമാണ്. ഇതാണ്, ഇത് കൃത്യമാണ് ആൻസർ. അപ്പുറത്തോട്ട് വേണ്ട. അതെനിക്കറിയില്ല. പക്ഷെ തലേ ദിവസം BJPയുടെ നഡ്ഡയെ കാണാൻ പോയ PC ജോർജ് പറയാണ് BJPക്ക് അവിടെ വോട്ടൊന്നും കിട്ടില്ല, ഇവൻ നമ്മുടെ പയ്യനാണ്, അവൻ എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാണ് അങ്ങോട്ട് സ്ഥാനാർത്ഥിയായിട്ട് പോയതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നിങ്ങൾ പറ. നേരത്തെ പറഞ്ഞ ആളുകളൊന്ന് വ്യാഖ്യാനിച്ച് അതിന്റെ അർത്ഥം. അത് വ്യാഖ്യാനിക്കും. ആ PC ജോർജിന്റെ പിന്തുണയോടുകൂടി CPM പഞ്ചായത്ത് ഭരിക്കുന്നു. പൂഞ്ഞാറിലെ തെക്കേക്കര പഞ്ചായത്ത്. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഓരോരുത്തർ രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ. ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചും ഒരു പരാതി പറഞ്ഞു. അതൊക്കെ ഞാനിവിടെ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ വൈകി വന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുഴപ്പമില്ല. അവരെല്ലാം പറഞ്ഞു, ഞങ്ങളെല്ലാവരും പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ്. ഞാനും രമേശ് ചെന്നിത്തലയും ഡോമിനിക് പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. സഭയെ വലിച്ചെടുത്തെന്നാണ് പറഞ്ഞത്. ഇതിന്റെ അകത്തേക്ക് ആരാ വലിച്ചെടുത്തത്? CPM ദുരുപയോഗം ചെയ്ത്. അതാ പറഞ്ഞത്, കൃത്യമാണ്. അല്ല, സഭ വ്യക്തമാക്കിയല്ലോ ഞങ്ങളുടെ പിന്തുണയില്ലെന്ന്. പിന്നെ എന്തിനാ ഞങ്ങൾ ആശങ്കപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അതൊന്നും ഓരോ സമുദായത്തിന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സമുദായം മുഴുവൻ ആൾക്ക് പിന്തുണ കൊടുക്കുകയാണ്. ആണോ? അല്ലല്ല. അങ്ങനെയൊക്കെ കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കുമോ? അല്ലെ ഞാൻ ജയിക്കുമോ? ഞാൻ ജയിക്കുമോ? ഞാൻ അസംബ്ലി ഇലക്ഷൻ ജയിക്കുമോ? അങ്ങനെ എന്റെ സമുദായത്തിന് മാത്രം വോട്ട് കിട്ടിയിട്ട് ഞാൻ ജയിക്കുക? ഞാൻ ജയിക്കില്ല. അല്ല, CPM-ഉം PC ജോർജുമായിട്ട് രഹസ്യബന്ധം ഉണ്ടല്ലോ. അല്ല, അവര് തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടല്ലോ. അല്ല, അതൊന്നും എനിക്കറിയില്ല. അവര് തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. അവരുടെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഒരു പഞ്ചായത്ത് ഭരിക്കുക പൂഞ്ഞാറില്. അവിടെ കോൺഗ്രസിനല്ലല്ലോ PC ജോർജ് പിന്തുണ എന്ന് ആണോ? ഞങ്ങൾക്ക് CPM-നേക്കാൾ കൂടുതൽ സീറ്റുണ്ട് അവിടെ ഈ പഞ്ചായത്തിൽ. ഒരു സീറ്റ് ഞങ്ങൾക്ക് കൂടുതലുണ്ട്. ഞങ്ങൾക്കല്ല PC ജോർജിന്റെ 3 അംഗങ്ങൾ സപ്പോർട്ട് ചെയ്ത് CPM-നാണ്. ഇത്
എന്നിട്ട് ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് കണ്ടില്ലേ? അവസാനം കോടതി പറഞ്ഞല്ല. ആരെ കളിപ്പിക്കാനാണ് ഇവര് ഈ നാടകം നടത്തുന്നത്? ഇവര് നാടക കലാകാരന്മാരായി മാറി നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രഹസനങ്ങളാണ് എല്ലായിടത്തും. ആശുപത്രിയിൽ നടന്നൊരു പ്രഹസനം, PC ജോർജിന്റെ അറസ്റ്റ് ഒരു പ്രഹസനം. ഇതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, ഇതെല്ലാം പുറത്തു വരും. ഉമാ തോമസിന് സ്വാഭാവികമായിട്ടും ഈ സഭയുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന് കരുതി അത്തരത്തിലൊരു സ്ഥാനാർത്ഥി അവർ നിർത്തിയാണ് വരുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഒരിക്കലും അങ്ങനെ ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, PT തോമസ് നല്ലേ വിഷയം ഉണ്ടായിരുന്നത്. PT തോമസ് പുലി പോലെ നടന്ന സമയത്ത് PT തോമസിന് അങ്ങനെ സഭ എതിരായിട്ട് വോട്ട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാണ് ഉമാ തോമസിന് വോട്ട് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയില്ലല്ലോ. PT തോമസിന് സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ സഭ PT തോമസിന് എതിരായി നിന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ സഭ? ആരോടെങ്കിലും സഭയിലെ ഏതെങ്കിലും വൈദികര് പറഞ്ഞിട്ടുണ്ടോ PT തോമസിന് വോട്ട് ചെയ്യരുത്, PT തോമസ് നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? PT തോമസ് പുലി പോലെ നടന്ന കാലത്ത് സഭയിൽപ്പെട്ട ഒരു വൈദികനും PT-ക്ക് എതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്തിന് ഞങ്ങൾ ഉമാ തോമസിനെതിരെ, ആ പാവത്തിനെതിരെ സഭ പറയുമെന്ന് ഞങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമുണ്ട്? അല്ലല്ല, സ്ഥാനാർത്ഥിത്വം ചോദിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ഞങ്ങൾ പറയില്ലായിരുന്നു. അവര് തന്നെ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമം പാളിപ്പോയി. അവരാണ് എല്ലാ ദിവസവും എഴുന്നേറ്റ് നിന്നിട്ട് ഇത് സഭയുടെ സ്ഥാനാർത്ഥിയല്ല, സഭയുടെ സ്ഥാനാർത്ഥിയല്ല എന്ന് പറയണത്. അത് നാളെയും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. ഞങ്ങളല്ല, അവര് ഡിഫൻസീവിലായതിന്, പ്രതിരോധത്തിലായതിന് ഞങ്ങളും ചെയ്യാൻ പറ്റും. സ്വയം കുഴിച്ച കുഴിയിൽ അവര് വീണുപോയി, മനസ്സിലായി? എന്നിട്ട് വീണിട്ട് താഴെ കിടന്നിട്ട് അയ്യോ പത്തോ എന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രാജീവ് ആ കരച്ചിലാണ് കരയണത്. കുഴിയിൽ വീണ് കിടക്കുവാണ്. തന്നെ അദ്ദേഹം കുഴിച്ച കുഴിയിൽ അദ്ദേഹം വീണു. അതിന് കരയിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അവര് കുഴിയിൽ വീഴുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ? അത്രയും ഓരോ എതിർപ്പില്ല. കോൺഗ്രസ് എല്ലാവരും പറഞ്ഞ ഒരേ കാര്യം. ആരെ വലിച്ചഴിച്ചത്? അതല്ലേ ഞാനും പറഞ്ഞത്. സഭയെ വലിച്ചഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഞാനും പറഞ്ഞത്. അത് തന്നെയാണ് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത്. സഭയെ വലിച്ചഴിക്കേണ്ട ഒരു കാര്യമില്ല. സഭയെ വലിച്ചഴിച്ച ആരാ? അല്ലല്ലല്ല, ബാഹ്യശക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ എന്നാണ് അർത്ഥം. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു പേരുള്ള ഞാൻ ഇപ്പോഴാണ് അറിയണത്. അത് ഞങ്ങൾ ആശുപത്രിയിലും കണ്ടു. ഞങ്ങള് പിന്നെ അതാണ് ചോദ്യം. പിന്നെ ആശുപത്രി പോയിട്ട് ആ പ്രഹസനം നടത്തി എന്തിനാണ്? അല്ലല്ല, അത് ജോലി, അത് ഈ ഉമ്മ ജോലി ചെയ്യുന്നത് വേറെ ആശുപത്രിയിലാണ്. ഞങ്ങൾ ആശുപത്രി പോയിട്ട് ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടില്ല സ്ഥാനാർത്ഥിയുടെ കാര്യം പറഞ്ഞത്. ഞങ്ങൾ ഉമ്മയോട് സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മ അതുകൊണ്ട് അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് തിരിച്ച് അവിടുത്തെ അധികാരികളോട് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വരണം. വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ ചിലപ്പോ കാണാൻ വരും. അവിടെ കാണണം എന്നാണ് ഞങ്ങളെ നിർദ്ദേശിച്ചത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉമ്മ ജോലി ചെയ്യണം ആശുപത്രിയിലേക്ക്. KPC പ്രസിഡന്റ് ഞാനും ഇവിടെ പോയില്ലല്ല. ഞങ്ങൾക്ക് കുഴപ്പമില്ലേ? ഞങ്ങള് അതിനും പരാതി പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ചർച്ച എന്താ പറ്റിയത്? ഇപ്പോ ആ പ്ലാറ്റ്ഫോം ദുരുപയോഗപ്പെടുത്തിയതിനാണ്. അപ്പോഴാണ് ആക്ഷേപം വന്നത്. ഇത് സഭയെ വലിച്ചഴിച്ചത് മന്ത്രി P. രാജീവാണ്. അല്ല, ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കൺവെൻഷനിൽ പോയി ഞങ്ങൾ ഇന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇത് സഭയുടെ സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. അത് ഇപ്പത് ഒന്ന് വിശകലനം നടത്തി, ഒരു ആത്മപരിശോധന നടത്തി, കാണിച്ച അബദ്ധം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി ഇതുപോലത്തെ അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാൻ നല്ലതായിരിക്കും. ആണോ? ഞാൻ കണ്ടത് മറ്റേ പത്രസമ്മേളനം മാത്രമേ കണ്ടുള്ളൂ. മറ്റത് ഞാൻ കണ്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. ആണല്ലോ. മെസ്സേജൊക്കെ പോയല്ലോ. എല്ലാ മെസ്സേജും പോയി. പാർട്ടിയുടെ അവിടുന്ന് പോയി, എല്ലാവരും പോയി. മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്ക് എവിടെ നിന്ന് വിവരം കിട്ടിയത്? നിങ്ങൾ വെറുതെ ഊഹിച്ചിട്ടാണ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത്. പാർട്ടിയുടെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അരുൺകുമാർ, അങ്ങനെയല്ലേ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കണേ? അരുൺകുമാറാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. മതിലെഴുതി.
അങ്ങനെ TV ന്യൂസ് കണ്ടിട്ട് ആരെങ്കിലും മതിലെഴുതും? CPM-കാരെങ്കിലും? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഈ ബാഹ്യസമ്മർദ്ദം എന്ന് പറയുന്ന വാക്ക് അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥാനാർത്ഥി എങ്ങനെ പോയി, ആ സ്ഥാനാർത്ഥി പോയി എങ്ങനെ ഈ സ്ഥാനാർത്ഥി വന്നു. എന്നിട്ട് ഞാൻ നേരെ PC ജോർജിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ തന്നെ പറഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ അതുപോലത്തെ ശക്തികൾ ഇതിന്റെ പുറകിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? PC ജോർജ് സഭയായിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്ത് ബന്ധം? അതിനേക്കാൾ ബന്ധം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. എന്ത് ബന്ധമുള്ളത്? അല്ല, നിങ്ങൾ കുറച്ച് അന്വേഷിച്ചു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങൾ കൃത്യമായില്ലേ? ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ആരും പറയാത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ലോഞ്ചിങ് കൃത്യമായിരുന്നു, ഒരു സംശയമില്ല, ഒരു പ്രശ്നമില്ല. LDF സ്ഥാനാർത്ഥിയുടെ ലോഞ്ചിങ് പാളിപ്പോയി, റൺവേ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോഞ്ചിങ്. മനസ്സിലായ? അതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? അതിന് ഞാൻ എന്തുകൊണ്ട് LDF സ്ഥാനാർത്ഥിയുടെ ലോഞ്ചിങ് പാളി, അതിന് ഞാൻ UDF ചെയർമാനായ ഞാൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അതാണ് ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? എന്നു ഞാൻ അന്നും ഇന്നും അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അന്നും ഇന്ന് വാക്കുകൾ നമ്മളെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാ. അത് കാരണം ഞാനിവിടെ കിടന്ന് ഉരുളേണ്ട ഒരാവശ്യം വന്നില്ല എനിക്കിന്ന്. വന്നോ? അദ്ദേഹം പറഞ്ഞില്ല എന്നാണ്, ഞാനാ പറഞ്ഞല്ല. ഞാൻ അന്നും പറഞ്ഞു ഇതൊക്കെ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പുറകെ മാത്രം ഇങ്ങനെ ലെൻസ് വെച്ച് നടക്കല്ലേ, കുറച്ച് അതിന്റെ പുറകെ നിങ്ങൾ പോവുക. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, സഭയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ പറഞ്ഞെന്ന് പറ. എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ എന്തേ ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു വശത്ത് ഞാൻ അന്ന് പറഞ്ഞതും ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും കൂടി നിങ്ങൾ കാണിച്ചു. നിങ്ങൾ കാണിക്കുമല്ലോ അങ്ങനെ. അല്ല, നിങ്ങളങ്ങനെ കാണിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഞാൻ ഇപ്പൊ ഇല്ലെങ്കിൽ VD സതീശൻ മലക്കം പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ സ്ഥിര അടിക്കുറിപ്പുകളല്ല, അതൊക്കെ കൊടുക്കുക. നിങ്ങൾ എന്താ കൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല? അല്ലെ ഞാനൊന്നും പിൻവലിക്കില്ല, ഞാൻ പറഞ്ഞതാണ്. അതുണ്ടല്ലോ ഇതിന്റെ പുറകില്ലേ. നിങ്ങൾക്കിതൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. CPM-ന്റെ ലോഞ്ചിങ് പാളി, അതിന്റെ ഉത്തരവാദിത്വം UDF-നല്ല, CPM നേതാക്കൾക്കാണ്. എല്ലാവരും ഇടപെടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തില് PT തോമസ് വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉമ്മ ജയിക്കും. ഒരു സംശയവും വേണ്ട. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം അക്കാര്യത്തിലുണ്ട്. അല്ല, നല്ല ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വ്യാഖ്യാനിക്കുക അവര് എന്തൊക്കെ അതിന് കൊടുക്കാൻ പറ്റുന്നു. ഇപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞപ്പോ ബാഹ്യശക്തി എന്ന് പറഞ്ഞ കത്തോലിക്ക സഭ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അതുപോലെ എന്തെങ്കിലും വേറെ അർത്ഥം കൊടുത്തോ നിങ്ങള്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതെല്ലാം ഒന്നൊന്നായി പുറത്തു വരും. ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കും. മനസ്സിലായ? ഞാനത് കേട്ടില്ല, അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടില്ല. അല്ലല്ല, ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടത്തുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യും. തീർച്ചയായിട്ടും കമ്മീഷൻ റെയിൽ കൂടി വിചാരണ ചെയ്യപ്പെടും. 1. 2, ഈ വികസനം എന്നുള്ള വിഷയം ചർച്ച ചെയ്യും. എറണാകുളം ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ
ഞാൻ കഴിഞ്ഞ ദിവസം എണ്ണി പറഞ്ഞല്ലോ, ഒരടയാളം LDFന്റെ വികസനത്തിന്റെ ഒരു അടയാളം കാണിച്ചു തരാൻ ഞങ്ങൾ അവരെ വെല്ലുവിളിച്ചു. മിണ്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ വികസനത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾ പറഞ്ഞു എറണാകുളം ജില്ലയിൽ. അപ്പൊ വികസനവാദികൾ ആരാണ്, വികസന വിരുദ്ധരാരാണ് എന്ന് എറണാകുളം തൃക്കാക്കര ചർച്ച ചെയ്യട്ടെ. മനസ്സിലായില്ല? പിന്നെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ, ഗുണ്ടായിസം, ഗുണ്ടാ കോറിഡോറാണ് കേരളം. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. സാമ്പത്തികമായി കേരളം തകർന്ന് തരിപ്പണമാവുകയാണ്. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ ഇവിടെ ഭരണസ്തംഭനമാണ്. ഒരാൾക്ക് ഉത്തരവാദിത്വമില്ല. നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണം. ധനകാര്യ വകുപ്പിൽ ഒരു ചെക്ക് പാസ്സാവുന്നില്ല, അറിയോ? ഒരു ചെക്ക് പാസ്സാവുന്നില്ല ധനകാര്യ വകുപ്പിൽ. പൂർണ്ണമായ ഭരണസ്തംഭനമാണ്. നാഥനില്ല കളരിയാണ് കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത്. ഒരു കാര്യം നടക്കുന്നില്ല, ഒരു ഫയൽ മൂവ് ചെയ്യുന്നില്ല സെക്രട്ടേറിയറ്റ്. പൂർണ്ണമായ ഭരണസ്തംഭനമാണ്. അതൊക്കെ ചർച്ച ചെയ്യും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്, ഉമാ തോമസ്. ആ സ്ഥാനാർത്ഥിക്ക് അഡീഷണൽ വോട്ട് കിട്ടും. UDFന് കിട്ടുന്ന വോട്ടിന്റെ അപ്പുറത്തേക്കുള്ള വോട്ട് കിട്ടും ആ സ്ഥാനാർത്ഥിക്ക്. ആ സ്ഥാനാർത്ഥി രാഷ്ട്രീയ കക്ഷി പരിഗണനകൾക്ക് അതീതമായി ഈ തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഉമാ തോമസിന് വോട്ട് ചെയ്യും. അത്ര വലിയ സ്വീകാര്യതയാണ് ഈ സ്ഥാനാർത്ഥിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, PT തോമസിനോടുള്ളൊരു വൈകാരിക ബന്ധം ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാലും കിട്ടുമായിരുന്നു. പക്ഷെ അതല്ല, ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഒരു വോട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് വോട്ട് എണ്ണി കഴിയുമ്പോൾ നോക്കിക്കോ. സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടുണ്ട്. ജാതി മത ചിന്തകൾക്ക് അതീതമായി, പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പൊതുസമൂഹത്തിൽ ഇത്രയും സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, മാധ്യമപ്രവർത്തകരായ നിങ്ങൾ കണ്ടല്ലോ അവരുടെ പ്രവർത്തനം, ഒരാഴ്ചത്തെ പ്രവർത്തനം. ശരിയല്ലേ?